സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാകുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായി സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്ന് ശാസിക്കുന്നവനോ സമാധാനമുണ്ടാക്കുന്നു. നീതിമാന്റെ വായി ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായി സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ള ഒരു പട്ടണം, എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു, ശാസന ത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. പക മറച്ചു വയ്ക്കുന്നവൻ പൊളിവായൻ, ഏഷണി പറയുന്നവൻ ഭോഷൻ. വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് ഭോഷന് കളിയാകുന്നു, ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സൻവത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവർക്കൊരു ദുർഗം, ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. റോമാലേഖനം 16-ാം അധ്യായം. നമ്മുടെ സഹോദരിയും കെക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയും അക്വിലാവയും വന്ദനം ചെയ്യുവിൻ. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവിൻ. ആസിയിൽ ക്രിസ്തുവിന് ആദ്യ ഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനത്തോസിന് വന്ദനം ചെയ്യുവിൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയാത്തോസിന് വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഉർബാനോസിനും എനിക്ക് പ്രിയനായ സ്താക്കുവിനും വന്ദനം ചൊല്ലുവിൻ. ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. അരിസ്തോബുലോസിൻ്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവിൻ. എൻ്റെ ചാർച്ചക്കാരായ ഹെരോദിനോട് വന്ദനം ചൊല്ലുവിൻ. നർക്കിയോസിൻ്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവിൻ.
കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും ത്രൂഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസീസിന് വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയും വന്ദനം ചെയ്യുവിൻ. അസുംക്രിത്തോസിനും പ്ലഗോനും ഹെർമോസിനും പത്രാബോസിനും ഹെർമാനസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. ഫിലോലോഗോസിനും യൂലിയയ്ക്കും നേരയൂസിനും അവൻ്റെ സഹോദരിക്കും ഒലുംബാസിനും അവരോടുകൂടിയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. സഹോദരിമാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ശക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞതന്മാരും ആകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എൻ്റെ കൂട്ടുവേലക്കാരനായ തിമോത്തിയോസും എൻ്റെ ചാർച്ചക്കാരായ ലൂക്യോസും യാസോനും സോസിപത്രോസും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഈ ലേഖനം എഴുതുന്ന തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചൊല്ലുന്നു. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകനായ എസ്തോസും സഹോദരനായ കൊർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.